ആർളം ഫാം പുനരധിവാസ മേഖലയിൽ തുടരെ ഉണ്ടാവുന്ന കാട്ടാന ആക്രമണത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി ശോഭയുടെ നേതൃത്വത്തിൽ ആർളം ഫാം പുനരധിവാസ മേഖലയിലുള്ളവർ വനം വകുപ്പിന്റെ 13-ാം ബ്ലോക്കിലുള്ള RRT ഓഫീസിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം 2ാം ദിവസത്തിലേക്ക് കടന്നു. ഇന്ന് നമ്മൾ പട്ടിണിയാ അതിൻ്റെ അകത്ത് കിടക്കല. ഒരു ഉപ്പോ മുളകോ ഒന്നും മേടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മുടെ ജീവിതം. ഈ TRDM എന്ന് പറയുന്ന പുനരധിവാസ മിഷൻ ആ കെട്ടിയിട്ടത് ഇവിടുന്ന് നമ്മൾ വനം വകുപ്പിന് അധികം കുറ്റമൊന്നും പറയുന്നില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഈ RRT ടീമിന് ചെയ്യാൻ പറ്റുന്ന അവരും മനുഷ്യരാണ്, അവരും മൃഗങ്ങളെക്കാളും കൂടുതൽ അവർ ജോലി ചെയ്യുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ഇവിടെയുള്ള ആദിവാസികൾക്കുണ്ട്. ആ മനസ്സിലാക്കാനുള്ള കഴിവ് ഈ ഉന്നതതല യോഗത്തിലിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ അവരുടെ മേലാധികാരികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവർക്കത് മനസ്സിലാക്കാൻ കഴിയുവാണെങ്കിൽ ഈ പട്ടിണി പാവങ്ങളെ ഈ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കൂല. നമ്മളെ പോലെ തന്നെ അവരും ജീവൻ ബലിയർപ്പിച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ പണിയെടുക്കുന്നത്. രണ്ട് RRT ടീം എന്ന് പറയുമ്പോൾ 4 8 പേരാ. ആ 8 പേരെ വെച്ചിട്ട് ഈ പൊരിവേലത്ത് ഏതെങ്കിലും മനുഷ്യാവകാശ കമ്മീഷൻ പോലും വന്നു കഴിഞ്ഞാൽ അത് ലംഘനമാണത്. ആ പൊരിവേലത്ത് ഈ ആനയ്ക്കും ഭ്രാന്ത് പിടിക്കും, ഈ RRT ഇന്ന് പണിയെടുക്കുന്ന പോലീസുകാർക്കും ഭ്രാന്ത് പിടിക്കും. ജനങ്ങൾക്ക് തന്നെ ഈ ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ടോ? RRT ഓഫീസിന് മുന്നിലാണ് ഷീറ്റ് കെട്ടി രാപ്പകൽ സമരം നടത്തുന്നത്. തങ്ങൾക്ക് വീടുകളിൽ സുരക്ഷയില്ലെന്നും ഞങ്ങളുടെ ജീവനും സുരക്ഷ വേണമെന്നും അതിനാലാണ് ഇവിടെ താമസിച്ചുകൊണ്ട് സമരം നടത്തുന്നതെന്നും ശല്യക്കാരായ കാട്ടാനകളെ മയക്കുവെടിവെച്ച് പിടികൂടി ഇവിടെ നിന്നും മാറ്റണമെന്നും ആവശ്യം ഉയർത്തിയാണ് സമരം തുടങ്ങിയത്. ഈ പട്ടികവർഗ വകുപ്പിന് അനാസ്ഥ 100%, 95% ഇതിനകത്തുണ്ട്. അപ്പോൾ അവരെ വനംവകുപ്പിന് അപ്പുറം നമ്മളെ സുരക്ഷ അവർക്കാ. ഈ പട്ടികവർഗ വകുപ്പ് ഫണ്ട് ഉപയോഗിച്ച് ഫാമിൽ അവർക്ക് സാമ്പത്തികമായിട്ട് അവരെ തൊഴിലാളി കൂലി കൊടുക്കുന്നതിനപ്പുറം പട്ടികവർഗ വകുപ്പിന് പുനരധിവാസ മേഖലയിൽ ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ ഇപ്പോൾ രണ്ടാമത് അഡ്മിനി നിതീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി, ഇതിനു മുമ്പ് ഞാനിപ്പോൾ ഒരു 10-21 വർഷമായി. ഈ 21 വർഷത്തിന് ഇപ്പുറം ഇവിടെ വന്ന ഫാമിൻ്റെ MD ആയിട്ട് വന്നവരിൽ ഏറ്റവും ആദിവാസിക്ക് നേരെ തിരിച്ചാണ് മൂപ്പര പ്രവർത്തനം. അത് വ്യക്തമായി നമുക്ക് പറയാൻ പറ്റുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അത് സാറ് നിയമസഭയിൽ പറയുക. പിന്നെ നമ്മളെ ഭരിക്കുന്ന പാർട്ടിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലക്ക് മൂക്കിന് താഴെയാ ഈ പുനരധിവാസ മേഖല 3500-ലേറെ ഭൂമി കൊടുത്തതും ആൾക്കാർ താമസിക്കുന്നതും. ഒരു പ്രസ്താവന പോലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നമുക്കുണ്ടായില്ല. അതിന് വളരെ വേദനജനകമാണ്. പിന്നെ ഒന്ന് പറയാനുള്ളത്, ഈ കാട് വെട്ടി തെളിക്കാതെ ഈ 1000 ചില ആൾക്കാരെ പട്ടയം റദ്ദാക്കിയിട്ട് പട്ടയം കൊടുക്കുന്ന ഒരു സംവിധാനം, അത് കഴിഞ്ഞ വർഷം നമ്മളെ ഗോത്രരാജ സാഹിബ് കൊയ്യമാഷ് പറഞ്ഞതാണ്. പിന്നെ MLA നമ്മളെ വേലായിട്ടൻ അറിയാം. ഇതിന്റെ വ്യക്തമായ രാഷ്ട്രീയ ബന്ധം കൂടെ ഇതിനകത്ത് പിന്നിലുണ്ട്. ഇപ്പോൾ നടത്തുന്ന ആനതുരത്തൽ വെറും പ്രഹസനമാണെന്നും സമരക്കാർ ആരോപിച്ചു. കാര്യത്തിൽ വ്യക്തത ഉണ്ടാകുന്നതുവരെ സമരം തുടരുമെന്നും അടുത്ത സമരം TRDM ഓഫീസിന് മുന്നിലേക്ക് കൂടി വ്യാപിപ്പിക്കുമെന്നും സമരക്കാർ പറഞ്ഞു. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA, ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K വേലായുധൻ, കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ എന്നിവർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സ്ഥലത്തെത്തി. ശോഭ ഇവിടുത്തെ ആദിവാസികൾ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങളെ കാട്ടാനയുടെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ആവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ ആരംഭിച്ചിട്ടുള്ള ഈ സമരത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ നേതാക്കന്മാർ, DCC ഭാരവാഹികളും മറ്റ് മണ്ഡലം നേതാക്കന്മാരും ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം വേണ്ടി വിജയാശംസകൾ നേരുന്നു. ഞാൻ ഇന്ന് തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. നാളെ നിയമസഭാ സമ്മേളനമുണ്ട്. നിയമസഭയിലും അതുപോലെ മന്ത്രിമാരുടെ അല്ലാതെ നേരിട്ട് കണ്ടും ഈ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കാനുള്ള നടപടികൾക്ക് വേണ്ടി ആവശ്യപ്പെടും. ഇവിടെ പറഞ്ഞ എല്ലാ വികാരങ്ങളും പൂർണ്ണമായും ഏറ്റെടുത്തുകൊണ്ട് ജനപ്രതിനിധി എന്ന നിലയിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ എല്ലാം വലിയ പിന്തുണ ഈ സമരത്തിനുണ്ട്. ഇതിൽ രാഷ്ട്രീയത്തിനും അപ്പുറത്തുള്ള പിന്തുണയാണ് ആവശ്യം. എല്ലാവരുടെയും പിന്തുണ, സഹകരണം, സ്നേഹം ഉണ്ടാകും ഈ സമരത്തിന് എന്ന പ്രത്യാശയോടുകൂടി ഈ ഗാന്ധിയൻ സമരത്തിന് ആശംസകൾ, അഭിവന്ദനങ്ങൾ. സമരപ്പന്തലിലെത്തിയ MLAയോട് ഇവരുടെ ഓരോ ആവശ്യങ്ങളും എണ്ണി പറഞ്ഞു. മനുഷ്യർ വേണോ ആന വേണോ അതാദ്യം തീരുമാനിക്കുക, എന്നിട്ടാകുമ്പോ നമുക്ക് ബാക്കിയുള്ള തീരുമാനിക്കും. കൊലയാളി കളക്ടർ ആടി ഇരിക്കുന്നത്. ഇത് ആദിവാസി ആയതുകൊണ്ടാണ് ഇതൊക്കെ നിസ്സാരവൽക്കരിക്കുന്നത്. നടപടി വേണ്ടത്. പിന്നെ എന്തിനാണ് സർക്കാരിന്റെ വകുപ്പുകൾ 28 വകുപ്പുകളുണ്ടല്ലോ. ഈ വകുപ്പുകളൊക്കെ തന്നെ നിയമസഭയിൽ എന്ത് ചർച്ച ചെയ്യുന്നത്? ആരുടെ ചർച്ച ചെയ്യുന്നത്? ഇവരുടെ
ഈ കാട് ഇത് തെളിക്കുന്നത് നമ്മൾ വന്ന കാലം തൊട്ടുള്ള ചർച്ചയായിട്ട് ഈ ചർച്ചയല്ലാതെ കണ്ട് വേറൊന്നുമില്ല. എന്നാ ഇതിനൊരു അവസാനം ഉണ്ടാവുമെന്ന് നമുക്ക് കാട് വിളിക്കുന്നത് ഇപ്പൊ പ്രഹസനമായിട്ട് തീർക്കാതെ ഇനി ഇന്നിപ്പോ നിർത്തി അതിന്റെ കാര്യങ്ങൾ MLA ആയ ഉടനെ ഇവർ പണി നിർത്തി പോകുന്ന ഒരു സംവിധാനം ഉണ്ട് തന്നെ. ഇവിടെയുള്ള വിഷയങ്ങൾ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് സണ്ണി ജോസഫ് MLA ഉറപ്പ് നൽകി. ഹൈവിഷൻ ന്യൂസ് ഇരട്ടി.